അടുത്ത മാസം ഈ സമയത്ത് iPhone 18 Pro Max ഇറങ്ങും. ആൻഡ് ഇപ്പോൾ iPhone 17 Proന്റെ ഒക്കെ വില എല്ലാ രാജ്യത്തും കൂടി കഴിഞ്ഞു. അടുത്ത ഇന്ത്യയിലാണ്. ചിലപ്പോൾ ഇന്ന് കൂടാൻ, ചിലപ്പോൾ നാളെ കൂടാന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ പോയിട്ട് iPhone 17 Pro Max പോയി മേടിക്കണോ, iPhone 18 Pro Maxന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഈ ഒരൊറ്റ വീഡിയോ ഉണ്ടെങ്കിൽ ഒരു സംശയം മാറും. ഇത് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ മേടിച്ച iPhone 17 Pro Max ആണ്. ഇത്രയും നാളായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിൽ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ഇത് എടുക്കണോ 18 Pro Max എടുക്കണോ എന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു ടെക് കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് ഐഫോണെ കൊണ്ട് മാക്സിമം ഉപയോഗമുണ്ട്. എൻ്റെ യൂസേജ് ഭയങ്കര ഹൈ ആണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും അത്ര ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം പോയാൽ എന്താവുള്ള അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ 256 GB കഴിഞ്ഞ കൊല്ലം മേടിച്ചത് ഓൾമോസ്റ്റ് 1.49 lakhs-നാണ്. ആൻഡ് ഇപ്പോഴും പ്രോ മാക്സിന്റെ 256 GB പ്രൈസ് അത് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ അതിലും വില കുറച്ച് കാണുന്നുണ്ട്. ഞാൻ ഒരു 16 Pro നിന്നാണ് 17 Pro Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്തെന്നുള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ 16 Proയിലുള്ള ആ ഒരു ടൈറ്റേനിയം ഫിനിഷ് ഭയങ്കര രസമായിരുന്നു. അതിൽ നിന്ന് ഒരു അലുമിനിയം ഫിനിഷിലേക്ക് വന്ന സമയത്ത്, അതും നല്ലൊരു എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ടൈറ്റേനിയം കളറിൽ നിന്ന് ഫ്ലാഷി ആയിട്ടുള്ളൊരു ഓറഞ്ച് കളറിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു സുഖം തോന്നിയില്ല. പക്ഷേ സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ള കാര്യമാണ്. നിങ്ങൾ പുതിയ ഓറഞ്ച് കളറിലുള്ള 17 Pro Max കൊണ്ട് ഏത് പരിപാടിക്കോ ബിസിനസ് മീറ്റിനോ എന്തിനു വേണേലും പോയിക്കോ, നിങ്ങൾക്ക് ഒരു വില അവിടെ ഉണ്ടാവും. ശരിയാണ്, ഐഫോൺ ഷോയിനൊക്കെ മേടിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമെങ്കിൽ ഇപ്പോഴും ആ ഒരു ഷോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സിമ്പിളിൻ്റെ പരിപാടി ഉണ്ട്. ഈ ഒരു ഫോൺ കണ്ടോ, ഇത് സാംസങ്ങിൻ്റെ Galaxy Fold 8 ആണ്. ഈ ഫോണിന് ഏകദേശം 2 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഇതിനാകെ 1.5 ലക്ഷം രൂപയുള്ളൂ. പക്ഷേ ഈ രണ്ട് ഫോണും ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ കാണുമ്പോൾ അമ്പോ അവൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട് എന്ന് പറയും. പക്ഷേ ഈ സാധനം കാണുമ്പോൾ കൊള്ളാം, ഒരു പുതിയ ഫോൺ എന്ന് മാത്രമേ ആൾക്കാർക്ക് തോന്നുള്ളൂ. അല്ലാണ്ട് വില കൂടിയ ഫോൺ ആണല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നില്ല. വിച്ച് ഇസ് ട്രൂ. ഓക്കെ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറി. 17 Pro Max എടുക്കാൻ പ്ലാൻ ഉണ്ടോ? അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫോണാണ്. ഞാൻ ഈ ഒരു കേസാണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഈ കേസിൻ്റെ ബാക്കിൽ ഒരു മാഗ്നറ്റിക് ആയിട്ട് നമ്മുടെ സ്റ്റാൻഡ് പോലത്തെ സാധനം ഉണ്ട്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുമാതിരി ഒരു കല്ല് കൈ തൂക്കി നടക്കുന്ന ഒരു ഫീലാണ്. നല്ല വെയിറ്റ് ഉണ്ട്. എത്ര പേർക്കറിയാം 17 Pro Maxലുള്ള സ്ക്രീന് 16 Pro Maxന്റെ സ്ക്രീനിനേക്കാളും ചെറുതാണ്. 6.9 ഇഞ്ചൊക്കെ തന്നെയാണ്. പക്ഷേ 0.01 സെൻറ്റിമീറ്ററിന് കുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ആകെ ഗുണമെന്ന് വെച്ചാൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റിഫ്ലക്ഷൻ കുറവായിരിക്കും. പക്ഷേ എൻ്റെ ഫോണിൽ റിഫ്ലക്ഷൻ കാണും. കാരണം ഞാൻ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഞാനെന്നല്ല, ഐഫോൺ മേടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർ സ്ക്രീൻ പ്രൊട്ടക്ടർ മേലെ ഉപയോഗിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ അറ്റം കണ്ടോ, ഇത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. സ്ക്രീൻ പൊട്ടുന്നതിനേക്കാളും നല്ലതല്ലേ സ്ക്രീൻ പ്രൊട്ടക്ടർ പൊട്ടുന്നത്. പക്ഷേ അത് ഇല്ലാണ്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാളും 17 Pro Maxൽ അത്യാവശ്യം സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ 16 Proൻ്റെ ഒക്കെ ബാക്ക് ഫുള്ള് ഗ്ലാസ് ആയിരുന്നു. 17 Pro വന്നപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഗ്ലാസ്. ഇത് മൊത്തം ആ ഒരു അലുമിനിയം ബോഡിയിലാണല്ലോ. ഇനി ഈ ഓറഞ്ച് കളർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ. ഞാൻ മേടിച്ചപ്പോൾ ഏത് ഓറഞ്ച് ആയിരുന്നു അതേ ഓറഞ്ചിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ വാങ്ങിച്ച് അന്ന് തൊട്ട് തന്നെ കേസ് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങളുടെ ഉപയോഗം പോലെ ഇരിക്കും ഇതിൻ്റെ കളറ് പോവുമോ, ഇത് സ്ക്രാച്ച് വീഴുമോ, ഡെൻറ്റ് വീഴുമോ എന്നൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും വരില്ല. റഫ് യൂസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. ഇനി പെർഫോമൻസിൽ കഴിഞ്ഞ കൊല്ലത്തെ A18 Proനെ വെച്ച് നോക്കുമ്പോൾ ഇത് A19 Pro ആണല്ലോ എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉപയോഗത്തിൽ പോലും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കോട് ഞാൻ iPhone 12 നിന്ന് iPhone 15ലേക്ക് വന്ന സമയത്ത് എനിക്ക് ആ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലായി. പക്ഷേ 15 നിന്ന് 16 Proയിൽ വന്നപ്പോൾ സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് മാറിയപ്പോൾ അത്യാവശ്യം തോന്നി. 16 Proയിൽ നിന്ന് 17 Pro Maxലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആ സ്ക്രീനിൻ്റെ വലിപ്പം കൂടിയെന്നല്ലാണ്ട് പെർഫോമൻസിൽ എനിക്ക് എന്താ വ്യത്യാസം. അതായത് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു മില്ലി സെക്കൻഡ് പെട്ടെന്ന് ഓപ്പൺ ആവും. അത് എങ്ങനെ നമുക്ക് മനുഷ്യന്മാർക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്ര ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യായിരിക്കും. എൻ്റെ ഉപയോഗത്തിനൊന്നും ഞാൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് 16 Proയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഫോൺ ഫിസിക്കലി അങ്ങനെ കാര്യമായിട്ട് ഹീറ്റിംഗ് ഒന്നും ആവില്ല. അതിപ്പോൾ 16 Proയും എനിക്ക് അങ്ങനെ ആവുന്നുണ്ടായില്ല. എനിക്ക് എക്സ്ട്രീം ആയിട്ട് വല്ല പുറത്ത് 4K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ആവുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ പുറത്ത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുന്ന സമയത്ത് ഡിസ്പ്ലേ പണ്ടത്തേൽ ഡിം ആവുമായിരുന്നു. ഒരു 5 മിനിറ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുമ്പോഴേക്കും സ്ക്രീൻ ഒന്ന് ഡിം ആവുമായിരുന്നു. ഇത് അങ്ങനെ ഡിം ആവുന്നില്ല. ആ ഒരു ഗുണമുണ്ട്. ആൻഡ് ഔട്ട്ഡോറിൽ ബ്രൈറ്റ്നസ്സും കുറച്ച് കൂടുതലാണല്ലോ. 3000 നിറ്റ്സ് ആയതുകൊണ്ട് വിസിബിലിറ്റിക്കും കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഏറ്റവും പെട്ടെന്ന് നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. എൻ്റെ പൊന്നു എന്തൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയും. ഇതിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ പാടുപെടണം. അമ്മാതിരി ബാറ്ററി ബാക്കപ്പാണ്. അത് സമ്മതിച്ചേ പറ്റൂ. ഈവൻ രാവിലെ എണീക്കുമ്പോൾ 50% ചാർജേ ഉള്ളൂ. എനിക്കൊരു
ലോങ് ഡേ ഉണ്ട്, രാത്രി തിരിച്ച് വരില്ല എന്നുണ്ടെങ്കിൽ പോലും ചാർജിന് കുത്തിയിടാണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഈ ഫോൺ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം ഐ നോ ഇത് ചാവില്ല. 16 പ്രോയിലൊന്നും ഒന്നും പറ്റില്ല. 16 പ്രോ പോവും, ഡെഡ് ആവും. പക്ഷേ ഇത് എനിക്കൊന്ന് 17 പോലും ഡെഡ് ആവും. 17 പ്രോയും ഓൾമോസ്റ്റ് പിടിച്ചേക്കും, പക്ഷേ 17 പ്രോ മാക്സ് ഡെഡ് ആവില്ല. അതായിരുന്നു ഏറ്റവും മേജർ ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയല്ലോ. അതിന് ചാർജും പെട്ടെന്നാവും. നിങ്ങളുടെ കയ്യിൽ 40 വാട്ടിന് മേളിലുള്ള ചാർജർ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മറ്റേ CMF-ൻ്റെ PD ചാർജറാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റിലൊക്കെ ഓൾമോസ്റ്റ് 50% ചാർജ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് നൈസ്. പിന്നെ എനിക്ക് തോന്നിയ ഗുണമെന്ന് വെച്ചാൽ 17 പ്രോ മാക്സിൽ ഫ്രണ്ട് ക്യാമറ സ്ക്വയർ ആക്കിയിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഫേസ് ID ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ആംഗിളിൽ കിട്ടും. അതായത് നേരത്തെ ഇങ്ങനെ പിടിക്കുമ്പോൾ മാത്രമാണല്ലോ ഫേസ് ID വർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങടേക്ക് നീങ്ങിയിരുന്നാലും ആ ഒരു ഫേസ് ID ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഫ്രെയിം, അതായത് നമ്മുടെ ഫേസ് ഫ്രെയിമിനകത്ത് കൃത്യമായിട്ട് വെക്കണം. അപ്പോൾ കുറച്ചിങ്ങനെ നീക്കി പിടിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ഗുണമുണ്ട്. പിന്നെ സെൽഫി വ്ളോഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷനും കൊള്ളാം. കാലങ്ങളായിട്ട് 12 മെഗാ പിക്സലായിരുന്നല്ലോ ഫ്രണ്ട് ക്യാമറ, അതിനൊരു മോചനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബാക്കിലുള്ള ടെലിഫോട്ടോ ക്യാമറയുടെ കാര്യവും. കഴിഞ്ഞ കൊല്ലം വരെ വൈഡ് ആംഗിളും അതേപോലെ അൾട്രാ വൈഡ് 48 ആയിരുന്നു, ടെലിഫോട്ടോ മാത്രം 5x 12 മെഗാ പിക്സലിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് മാറ്റി ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇതിപ്പോൾ 48 മെഗാ പിക്സലാക്കി ആൻഡ് ടെലിഫോട്ടോ 4x ആക്കി. നേരത്തെ 5x ആകുമ്പോൾ കുറേ ദൂരം ഇരുന്നാലേ നമുക്ക് സബ്ജക്റ്റിന് ഫ്രെയിമിനകത്ത് കിട്ടുള്ളൂ. 4x ആകുമ്പോൾ കുറച്ചുകൂടി അടുത്ത് നിന്നാലും കിട്ടും. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ദൂരെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി അടുത്ത് നിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എല്ലാത്തിലും ഒരേ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റിലൊക്കെ നിങ്ങൾ രാത്രിയൊക്കെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോഴും കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ടെലിഫോട്ടോയിൽ എടുക്കാൻ പറ്റില്ല, ഗ്രീൻ വരുമെന്നറിയാം. ഈ കൊല്ലം ആ ഒരു പ്രശ്നമില്ല. എന്നാൽ ഞാൻ റെയറായിട്ട് ഉപയോഗിക്കുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ഇതിനകത്തുള്ള ആപ്പിൾ ഇൻ്റലിജൻസ്. iOS 27ൻ്റെ കാര്യം എനിക്കറിയില്ല, എപ്പോഴും 26 തന്നെയാണ് ഇരിക്കുന്നത്. 26ൽ ഞാൻ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാറേയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റീജിയണൽ ലാംഗ്വേജിലാണ് പലതും സംസാരിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഇവർ ഈ ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ റൈറ്റിംഗ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊന്നും വാട്സാപ്പിൽ കിട്ടില്ല, ടെലഗ്രാമിൽ കിട്ടും. അങ്ങനെ കുറച്ച് പാർഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. ഐ നെവർ ഫെൽറ്റ് യൂസിങ്. മറുഭാഗത്ത് ഞാനിപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ, ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന S26 Ultra. അതിനകത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം സർക്കിൾ ടു സെർച്ചാണ്. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഏത് സ്ക്രീനിലായാലും അമർത്തിപ്പിടിച്ച് സർക്കിൾ ചെയ്താൽ എന്താണ് അതിനകത്തുള്ളത് കാണാൻ പറ്റും. ഐഫോണിൽ ഇപ്പോൾ പുതിയ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് കാണാൻ പറ്റും, പക്ഷേ അതും ഇതും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഇപ്പോഴും മേടിച്ചപ്പോൾ എത്ര ഫ്രഷ് ആണോ അത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഈ ക്യാമറ കൺട്രോൾ. ഞാൻ പലപ്പോഴും ക്യാമറ കൺട്രോൾ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ക്യാമറ ഓപ്പൺ ആക്കാൻ ഞാൻ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇത് സ്നാപ്ചാറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ക്യാമറ കൺട്രോൾ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് സ്നാപ്ചാറ്റ് ഓപ്പൺ ആയി വരും. അല്ലാണ്ട് ഇതുമേ പിടിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. വേണേലും ഉപയോഗിക്കാം എക്സ്പോഷർ സെറ്റ് ചെയ്യാനോ അതിനും ഇതിനും ഒക്കെ, പക്ഷേ മെനക്കേടാണ്. അതിലും പെട്ടെന്ന് നമുക്ക് സ്ക്രീനിൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ ട്രൈപോഡിലൊക്കെ വെച്ചിട്ട് സ്ക്രീനുമേ തൊടുമ്പോൾ ഫോൺ അനങ്ങില്ല. ഇതിങ്ങനെ കുറച്ചിങ്ങനെ പ്രഷർ കൊടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് എന്ത് കണ്ടിട്ടാണോ ഇത് വെച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ TV റിമോട്ടിൻ്റെ അതിൻ്റെ ഏറ്റവും താഴെ കുറച്ച് കളർ ബട്ടണുകൾ കിടപ്പുണ്ടാവും. അത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല, അത് ആരും ഇട്ട് അമർത്തില്ല. അതേ അവസ്ഥയാണ്. അപ്പോൾ 17 പ്രോ മാക്സിലുള്ള വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി 18 പ്രോ മാക്സിൽ എന്താ വരാൻ പോകുന്നത്? ഫസ്റ്റ് മേജർ ചേഞ്ച് എന്ന് പറഞ്ഞ പ്രൈസാണ്. ഇതിപ്പോൾ 1.49 lakhs വിൽക്കുന്നത്. വൈകാതെ ഇത് 1.6 lakh ആവുമെന്ന് പറയുന്നു. അടുത്ത 18 പ്രോ, കഴിഞ്ഞ കൊല്ലം 17 പ്രോ ഇറങ്ങിയത് 1.34 അടുത്ത 18 പ്രോ 1.40 അല്ലെങ്കിൽ 1.49 ഇറങ്ങുന്നത്. 18 പ്രോ മാക്സ് 1.69. ആ ഒരു രീതിയിൽ പ്രൈസ് കൂടും. ഇനി ഈ കൂടിയ വിലയ്ക്ക് വരാൻ പോകുന്ന വ്യത്യാസം എന്താ വെച്ചാൽ ഫോൺ കുറച്ചുകൂടെ കട്ടിയാവും, കുറച്ചുകൂടെ ഹെവി ആവും. മേജർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ക്യാമറകളിൽ വേരിയബിൾ അപ്പർച്ചർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. വേരിയബിൾ അപ്പർച്ചർ എന്താണ് എന്ന് മനസ്സിലാവാത്തവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ഫോണിൽ വീഡിയോ ഓൺ ആക്കാം, എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ക്യാമറയുടെ അടുത്ത് കൊണ്ടുവരാം. അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവില്ലേ? ആ ഒരു ബ്ലർ നമ്മൾ അകലേക്ക് കൊണ്ടുവരുമ്പോൾ ബ്ലർ കുറയും, അടുത്ത് കൊണ്ടുവരുമ്പോൾ ബ്ലർ കൂടും. പക്ഷേ ഇപ്പോൾ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ എനിക്ക് അത്രയും ബ്ലർ വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. വേരിയബിൾ അപ്പർച്ചറിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് മാറ്റാതെ തന്നെ ഈ ഒരു ക്യാമറയുടെ ചുറ്റുമുള്ള ആ ഒരു അപ്പർച്ചർ എത്രത്തോളം ലൈറ്റ് ഉള്ളിൽ പോകുന്നുള്ളത് കൺട്രോൾ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലർ കൂട്ടാനും കുറയ്ക്കാനായിട്ടും പറ്റും. ബ്ലർ കൂട്ടുമ്പോൾ കൂടുതൽ ലൈറ്റ് വരും, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും. ബ്ലർ കുറയ്ക്കുമ്പോൾ കുറവ് ലൈറ്റ് വരും. അതിനനുസരിച്ച് അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷേ ഡിസ്റ്റൻസ് മാറാതെ ബ്ലർ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക എന്നുള്ള പരിപാടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. അത് ഗുണമായിരിക്കും. അതേ പരിപാടി തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഐഫോണിലും ചെയ്യാൻ പറ്റും. സിനിമാറ്റിക് മോഡിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമാറ്റിക് മോഡ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അവിടെ F എന്ന് പറഞ്ഞൊരു സാധനം കാണാനായിട്ട് പറ്റും. ആ ഒരു F-ൽ അപ്പർച്ചറിന് ഇരിക്കേണ്ട ആ ഒരു f2.8 എന്ന് പറയുന്നത് നമ്മളൊരു f16 ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലറേ കിട്ടില്ല. അതൊരു 2 കൊണ്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലർ കിട്ടും.
ആ ഒരു പരിപാടി ഇത് സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നത്, ഹാർഡ്വെയർ വഴി ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ആർക്കിടെക്ചറും പുതിയ ചിപ്പാണ് വരാൻ പോകുന്നത് 2 നാനോമീറ്ററിൻ്റെ. ഈ 2 നാനോമീറ്റർ ചിപ്സ് ഇതിനകത്ത് 3 നാനോമീറ്റർ, അതിൽ നിന്ന് 2 നാനോമീറ്റർ പോകുമ്പോൾ എന്താണ് വ്യത്യാസം? ഇമാജിൻ നിങ്ങൾക്കൊരു ബൈക്കുണ്ട്, ആ ബൈക്കിന് മാക്സിമം 100 km/h സ്പീഡിൽ പോകാൻ പറ്റും. അതിലാണ് നിങ്ങൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നത്. പക്ഷേ ഓഫീസിൽ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് മാക്സിമം 60 km സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പുതിയൊരു ബൈക്ക് വാങ്ങി മാക്സിമം 200 km സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു ബൈക്ക് വാങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ആ ബൈക്ക് കൊണ്ട് ഓഫീസിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. ഓഫീസിൽ പോകാൻ പോകുന്ന വഴിയിൽ 60 km വരെ സ്പീഡിൽ നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. ഏകദേശം ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ഒരു സാധാരണക്കാരൻ പോയിട്ട് 17 Pro Maxും 18 Pro Maxും മേടിച്ച അനുഭവിക്കാൻ പോകുന്ന വ്യത്യാസം. അത്രയും കഷ്ടപ്പെടുത്താൻ അറിയാവുന്നവർക്ക് മാത്രമേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. എന്നാൽ ഫീൽ ചെയ്യാൻ പോകുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം പ്രോസസർ എഫിഷ്യൻ്റ് ആണെന്ന് മാത്രമല്ല, ഇതിനകത്ത് ക്വാൽകോമിൻ്റെ X80 എന്ന് പറഞ്ഞ മോഡം ആണ് ഉപയോഗിക്കുന്നത്. മോഡം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ്റർനെറ്റ് കിട്ടാനും കോള്, കണക്ടിവിറ്റി, റേഞ്ച് അതിനൊക്കെ വേണ്ടിയിട്ട്. പുതിയതിൽ ആപ്പിളിൻ്റെ C2 എന്ന് പറഞ്ഞ മോഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഐഫോൺ എയർ ഇറക്കിയപ്പോൾ അതിനകത്ത് C2 ആണ് ഇറക്കിയിരുന്നത് എക്സ്പെരിമെൻ്റ് ആയിട്ട്. ആ ഒരു C2 മോഡമാണ് പുതിയ ഐഫോണിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ C2 മോഡം ആപ്പിൾ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് അതിൻ്റെ പവർ കൺസപ്ഷൻ കുറച്ച് കുറവായിരിക്കും. അതേപോലെ കുറച്ച് റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളിലും റേഞ്ച് കിട്ടാനായിട്ടുള്ള സൂത്രങ്ങളൊക്കെ അതിനകത്തുണ്ട്. മാക്സിമം സ്പീഡൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ കുറച്ചുകൂടി ഹീറ്റ് ആവാത്തതായിട്ടും കൂടുതൽ നേരം ബാറ്ററി നിൽക്കുന്നതായിട്ടും തോന്നും. ഇനി കാലങ്ങളായിട്ട് ഫ്രണ്ടിലുള്ള ഡൈനാമിക് ഐലൻഡ്, ഈ ഡൈനാമിക് ഐലൻഡ് ഇത്രയും നാളും ക്യാമറ വെച്ചിട്ട് ആയിരുന്നല്ലോ ഓട്ടയിട്ടിട്ട്, അത് മാറ്റി സ്ക്രീനിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഐലൻഡ് കുട്ടിയാക്കിയിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെൻ്റൽ പരിപാടിയാണ്. അതായത് ഫേസ് ID, സ്ക്രീനിൻ്റെ അണ്ടർ ഡിസ്പ്ലേ ഫേസ് ID. ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് വന്ന് കണ്ടറിഞ്ഞാലേ അറിയുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം സാംസങ്ങിൻ്റെ Z Fold 6 എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് അണ്ടർ ഡിസ്പ്ലേ ഉള്ളിലുള്ള ക്യാമറയായിരുന്നു. അതായത് ഫോൺ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഈ അകത്ത് കാണുന്ന ഈ പഞ്ച് ഹോളില്ലേ, എവിടെ ഈ പഞ്ച് ഹോൾ ഉണ്ടാവില്ല, പകരം അതിൻ്റെ മേളിൽ സ്ക്രീനായിരുന്നു. ക്യാമറ ഓപ്പൺ ആക്കി മാത്രമേ പഞ്ച് ഹോൾ വരുള്ളൂ. സംഭവമൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ ആ ഒരു ക്യാമറയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് പറ്റി? Z Fold 7ഉം അതേപോലെ ഇപ്പോൾ Fold 8 ഇറങ്ങിയ സമയത്ത് എന്ത് പറ്റി? പഴയ പഞ്ച് ഹോളിലേക്ക് വന്നു. ഇനി അത്രയും വില കൊടുത്ത് Z Fold 6 മേടിച്ചവന്മാരായി? ആ ഒരു ഫ്രണ്ട് ക്യാമറ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിലുള്ള ഡിസ്പ്ലേ വലുത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറ മൊത്തം ക്ലൗഡി ആയിരിക്കും. എന്നാൽ അടച്ചു വെച്ച് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ കാണൂല. സോ അടുത്ത കൊല്ലം, അതായത് iPhone 20 എന്ന് പറയുന്നവരുടെ ആനിവേഴ്സറി എഡീഷനാണ്. അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു ടെക്നോളജി ഇറക്കി എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയാണ് അവന്മാർ ഇപ്പോൾ ഇറക്കാൻ പോകുന്നത്. ഈ നോച്ചൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞാൽ മറന്നു പോകും. ആ ഒരു സ്മോളർ നോച്ച് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് വന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ 18 Pro Maxൽ ബാറ്ററി തന്നെയാണ് മെയിൻ. ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടി. സ്ക്രീൻ LTPO+ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ്. അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് പവർ കുറവ് കൺസ്യൂം ചെയ്യുന്ന ഒരു സ്ക്രീന്, പവർ കുറവ് കൺസ്യൂം ചെയ്യുന്ന ചിപ്സെറ്റ്, പവർ കുറവ് കൺസ്യൂം ചെയ്യുന്ന മോഡം, ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറച്ച് കൂടുതൽ നേരം ബാറ്ററി നിൽക്കും. നിങ്ങൾ Pro Max ഫോണാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തോന്നില്ല. ഓൾറെഡി നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. നിങ്ങൾ Pro ആണ് പ്ലാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ 17 Proനേക്കാളും 18 Proയിൽ നല്ല ബാറ്ററി കിട്ടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഇനി കൺക്ലൂഷനിലേക്ക് വരാം. നിങ്ങൾ പോയിട്ട് 18 Pro Max മേടിക്കണോ വേണ്ടയോ? ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു 17 Pro അല്ലെങ്കിൽ 17 Pro Max ആണ് എന്നുണ്ടെങ്കിൽ 18 Pro Max എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡ് അല്ല, ഇൻക്രിമെൻ്റൽ അപ്ഗ്രേഡ് മാത്രമാണ് അടുത്ത കൊല്ലം ഇറങ്ങാൻ പോകുന്ന ഐഫോണിനുള്ള എക്സ്പെരിമെൻ്റ് എന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഓൾറെഡി ഒരു 16 Pro അല്ലെങ്കിൽ അതിനും പുറകോട്ടുള്ള ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. കാശ് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ 17 Pro Max ധൈര്യമായിട്ട് എടുത്തോളാം. കാശ് ഒരു വിഷയമേ അല്ല. അടുത്ത 5 കൊല്ലത്തേക്ക് ഞാൻ ഈ ഫോൺ മാറ്റാനേ പോകുന്നില്ല, എനിക്കൊരു അപ്ഗ്രേഡ് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 18 Pro Max എടുക്കുക. ഇനി രണ്ടാമത്തെ കൂട്ടർ വർഷാവർഷം ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അവരോട് ഒന്നും പറയാനില്ല, ഡെഫിനറ്റ്ലി പോയി അപ്ഗ്രേഡ് ചെയ്തോ. അല്ല ഇനി നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഐഫോണിൽ നിന്നും കോണ്ടന്റ് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഐഫോൺ കൊണ്ട് കാശ് സമ്പാദിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 18 Pro Maxലേക്ക് പോവാം. അല്ലാതെ വാല്യൂ ഫോർ മണി ഐഫോൺ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ ഒരിക്കലും 18 Pro Max എടുക്കാൻ പറയില്ല. കുറച്ച് പൈസ ലാഭിച്ചിട്ട് 17 Pro Max എടുത്ത് അതിൻ്റെ കൂടെ മറ്റേ ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാലും ഫോൺ നാശമായി കഴിഞ്ഞാലും മാറ്റി കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ iPhone 20 വരുമ്പോഴത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതാണ് അവരുടെ മേജർ ആനിവേഴ്സറി റിലീസാണ് മേജർ അപ്ഗ്രേഡ് വരാനായിട്ട് പോകുന്നത്. ഇത്തവണ മെയിനായിട്ടും ആപ്പിളിൻ്റെ ഫോൾഡിംഗ് ഫോൺ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 18 ഒന്നും ഇറക്കാത്തത് പോലും. അടുത്ത മാർച്ചിലേക്ക് ആക്കി 18 ബേസ് 18ൻ്റെ ഒക്കെ ഇത്. അപ്പോൾ അത്രയുള്ള സംഭവം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.